ചരിത്രത്തിൽ റെക്കോർഡിട്ട SSLC വിജയ ശതമാനം 99.47%. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിലും കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടി വർധനവ്. ഇനി പത്രങ്ങൾ തോറും നിറയാൻ പോകുന്നത് ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ ചിത്രങ്ങൾ, 100% വിജയം നേടിയ സ്കൂളിന്റെ ചിത്രങ്ങൾ. തെരുവുകൾ തോറും നിറയും ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ ചിത്രങ്ങളുള്ള ഫ്ലെക്സുകൾ. എല്ലാം നല്ലതിന് തന്നെ. പക്ഷെ ഒറ്റ ചോദ്യം മാത്രം, ഈ SSLC പരീക്ഷയുടെ റിസൾട്ട്സിന് ഇത്രയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ അധ്വാനത്തെ വില കുറച്ച് കാണുന്നതല്ല. എനിക്ക് പറയാനുള്ളത് ഫുൾ A+ കിട്ടാതെ പോയ അല്ലെങ്കിൽ ഈ എക്സാമിന് പരാജയപ്പെട്ടു പോയ കുട്ടികളോടാണ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ലൈഫ് മക്കളെ. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല ഇത്. SSLC പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഒരു അച്ഛൻ മകൻ എഴുതിയ കത്താണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ഫുൾ A+ ഒന്നുമില്ല, 2 A+, ബാക്കി Aയും Bയും. ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന്. ഈ പൊരിവേലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന്. സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടയ്ക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന്. ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന്. ഒരു ദിവസത്തെ വീട്ടുചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിന്. നന്നായിട്ട് പന്ത് കളിക്കുന്നതിന്. ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു. ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു. ഒപ്പം ഫുൾ A+ നേടിയ അവൻ്റെ കൂട്ടുകാരെയും മറ്റു കൂട്ടുകാരികളെയും അഭിനന്ദിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടെ, മുഹമ്മദ് ഹാഷിമിൻ്റെ ഉപ്പ അബ്ബാസ്. ഇതിൽ പറയുന്ന കുട്ടിക്ക് ഫുൾ A+ ഒന്നുമില്ല. പക്ഷേ അവൻ്റെ അച്ഛൻ അവനെ ചേർത്ത് നിർത്തി അഭിമാനത്തോടെ പറഞ്ഞു, നീ എൻ്റെ മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. SSLC പരീക്ഷയിൽ അവന് ഫുൾ A+ കിട്ടിയില്ലെങ്കിലും ജീവിതം എന്ന പരീക്ഷയിൽ അവന് ഫുൾ മാർക്സ് കിട്ടുമെന്ന ഒരു ഉറപ്പ് ആ അച്ഛനുണ്ട്. അവനിലുള്ള ഒരു നല്ല മനുഷ്യനെ ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. പന്ത് കളിയിലുള്ള അവൻ്റെ താല്പര്യവും ഇഷ്ടവും ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന എത്ര പേരൻസിന് പറയാനാകും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്? ഈ അച്ഛനും മകനും ഒരു പാഠപുസ്തകമാണ്. സ്കൂളിൻ്റെ ഉന്നത വിജയത്തിന് വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ കുട്ടികളെ ഒരു മെഷീനെ പോലെ പഠിപ്പിച്ച് ഉള്ള പ്രഷറൊക്കെ കൊടുത്ത് വീർപ്പ് മുട്ടിക്കുന്ന സ്കൂളുകൾക്കുള്ള പാഠം. അവർക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിയാൻ പോലും സമ്മതിക്കാതെ 24 hours പഠിക്കുക എന്ന് പറഞ്ഞ് പിറകെ നടക്കുന്ന പേരൻസിനുള്ള പാഠം. ചില കാര്യങ്ങൾ മാറ്റേണ്ട സമയം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. ഒരു 15 വയസ്സുള്ള കുട്ടികൾ അനുഭവിക്കേണ്ട പ്രഷറായിരുന്നു ഈ SSLCക്ക് പ്രിപ്പയർ ചെയ്ത കുട്ടികൾ അനുഭവിച്ചത്. അല്ലേ അല്ല. ചില സ്കൂളുകൾ സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യിക്കുന്നത് പോലെയാണ് കുട്ടികളെ SSLCക്ക് പ്രിപ്പയർ ചെയ്യിച്ചത്. എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ലാഘവത്തോടെ എടുത്ത് സംസാരിക്കുന്നതല്ല. ഞാനും ഒരു ടീച്ചറായിരുന്നു. ഇവിടെ വന്നിട്ടും ആ പ്രൊഫഷൻ കൈവിടാതെ തുടരുന്നു. ഇവിടെ UK ഒരു പ്രീ സ്കൂൾ ടീച്ചറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് SSLC ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് SSLC? സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. അതായത് ഒരു കുട്ടി സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ മാർക്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി മാത്രമാണ്. അതിനുശേഷം നിങ്ങളുടെ SSLC റിസൾട്ടും ചോദിച്ചുകൊണ്ട് ആരും നിങ്ങളുടെ അടുത്തിട്ട് വരില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തി അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ അവർ ജീവിതത്തിൽ വിജയിക്കട്ടെ. അവർക്ക് മാർക്സ് കുറവാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക. ഒരിക്കലും അവർക്ക് അവരോടുള്ള സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സൊസൈറ്റിയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രഷർ അത് മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തുക. ഇനി കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് അല്ല നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായി തീരണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരിക്കലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്. ഞാൻ ജീവിതത്തിൽ വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുക. നെഗറ്റീവ്സ് പറയുന്നവരെ ഇഗ്നോർ ചെയ്യുക. ബി എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്. ഒരു നല്ല വ്യക്തിയായി തീരുക. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ
ഈ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ഫ്രം അമിത.